ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതോടുകൂടി ഗവൺമെൻറ്റിന് അത് വലിയ അവമാനമായിട്ട് തോന്നുകയാണ്. അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൻ്റെ പ്രതികാരമായിട്ട് ഈ തരത്തിൽ ഗവൺമെൻറ് ഒരു യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ളത് ചീത്തപ്പേരാണ്. അങ്ങനെയല്ല, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണത്. അവരത് കുട്ടികളുടെ ആ ഒരു ആർജവം, കുട്ടികളുടെ ആ ഒരു സമരാവേശം, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമ്മളതിനെ അംഗീകരിച്ച് കഴിഞ്ഞു. അബദ്ധം പറ്റി, അല്ലെങ്കിൽ ചില ആൾ തെറ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതിന് ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ തരത്തിൽ ഒരു നിലവാരമില്ലാതെ ഗവൺമെൻറ് പെരുമാറുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയാണ് അവർ പ്രകോപിപ്പിക്കാൻ പോകുന്നത് വസൽ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ശരി, ശ്രീ എം എൻ കാരശ്ശേരി, വിദ്യാർത്ഥി സമൂഹം ഇന്ന് പരാതിയുമായി വരുന്നു. തെരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നു എന്ന പ്രശ്നം അവരെ സംബന്ധിച്ചുണ്ട്. അതേസമയം തന്നെ ചോദ്യപേപ്പർ ചോർച്ച ഇനി ആവർത്തിക്കാതിരിക്കാൻ, ഉണ്ടായാൽ കർശന ശിക്ഷ കൊടുക്കാനൊക്കെയുള്ള നിയമം ചർച്ച ചെയ്യുകയാണ് നാളെ പാർലമെന്റിൽ. ഇന്ന് ചർച്ച ചെയ്യാനിരുന്നതാണ്, ഇന്നത്തെ ചർച്ച നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. വീണ്ടും പ്രധാനമന്ത്രി ഒരു ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചിരിക്കുന്നു. നന്ദൻ നിലേക്കനി അധ്യക്ഷനായി. 2024 ചോദ്യപേപ്പർ ചോർന്നപ്പോഴും അന്നും ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു. അന്നും ISROയുടെ അന്ന് വിരമിച്ച തലവൻ അതിന്റെ ടാസ്ക് ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ചോർന്നാൽ വീണ്ടും ടാസ്ക് ഫോഴ്സ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാവുന്നു, സത്വരമായ നടപടികൾ ഉണ്ടാവുന്നു. അതേസമയം പ്രതികാര നടപടി നേരിടേണ്ടി വരുന്നു എന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുകയും ചെയ്യുന്നു. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ആഘാതത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ മുക്തമായിട്ടില്ലേ എന്ന് തോന്നുന്നു? അഭിലാഷ്, ഗവൺമെൻറ്റുകൾ സമരത്തിന് നേരിടുമ്പോൾ അവർ ഇടയ്ക്ക് ജയിക്കും, ഇടയ്ക്ക് അവർ തോൽക്കും. ആ തോൽക്കുന്നതിൻ്റെ ഒരു അന്തസ്സ് ഗവൺമെൻറ് കാണിക്കണം. കേന്ദ്ര ഗവൺമെൻറ് തോറ്റു. എന്താ തോൽക്കാൻ കാരണം? അത്ര വലിയ അഴിമതിക്കെതിരായിട്ടാണ്. അതായത് നേരെ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ മാഫിയ, അത് ഒന്നും രണ്ടും അല്ലല്ലോ, അബദ്ധം പറ്റിയതല്ലല്ലോ. അത് കോടിക്കണക്കിന് ഉറുപ്പിയുടെ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, കെടുകാര്യസ്ഥയാണ്. അതിൽ ഇന്ത്യയിലെ നാനാഭാഗത്തുള്ള വിദ്യാർത്ഥികളും യുവാക്കളും ഇളകി. ജന്തർ മന്ദറിൽ മാത്രമല്ലല്ലോ, അത് പാറ്റ്നയിലുണ്ട്, കൽക്കറ്റയിലുണ്ട്, ബോംബെയിലുണ്ട്, പലയിടത്തുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതോടുകൂടി ഗവൺമെൻറ്റിന് അത് വലിയ അവമാനമായിട്ട് തോന്നുകയാണ്. അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നതിന് മുൻപേ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ അത്ര വലിയ കുഴപ്പമാണ് നടന്നത്. ഈ ആലോചിച്ച് നോക്കൂ, വാർത്തകൾ ശരിയാണെങ്കിൽ 23 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അന്തസ്സ്, നമ്മുടെ യുവത്വത്തിൻ്റെ ഭാവി, ഇത്തരം കാര്യങ്ങളെപ്പറ്റി യാതൊരു ആധിയുമില്ലാതെ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൻ്റെ പ്രതികാരമായിട്ട് ഈ തരത്തിൽ ഗവൺമെൻറ് ഒരു യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ളത് ചീത്തപ്പേരാണ്. അങ്ങനെയല്ല, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണത്. അവരത് കുട്ടികളുടെ ആ ഒരു ആർജവം, കുട്ടികളുടെ ആ ഒരു സമരാവേശം, അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് നമ്മളതിനെ അംഗീകരിച്ച് കഴിഞ്ഞു. അബദ്ധം പറ്റി, അല്ലെങ്കിൽ ചില ആൾ തെറ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതിന് ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു. ഇനി ഈ തരത്തിൽ ഒരു നിലവാരമില്ലാതെ ഗവൺമെൻറ് പെരുമാറുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയാണ് അവർ പ്രകോപിപ്പിക്കാൻ പോകുന്നത് വസൽ അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ശ്രീ പത്മനാഭൻ അത് തല്ലുകൊള്ളും എന്ന് പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നു ഈ സമരക്കാരുടെ നേരെ അനർഹമായ തരത്തിൽ ബലം പ്രയോഗിച്ചിട്ടുണ്ട്, അവരോട് അക്രമം കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, നമ്മൾ കണ്ടതാണല്ലോ ഈ വീഡിയോയിലും ചിത്രങ്ങളിലൊക്കെ. അപ്പോൾ പിന്നെ അവിടെ ഇവരുടെ പക്ഷത്ത് ചേർന്ന് ആരെങ്കിലും അക്രമം കാണിച്ചാൽ
അത് അന്വേഷിക്കാം. പക്ഷേ ഈ കുട്ടികളെ വിശ്വാസത്തിലെടുക്കാതെ അവരുമായിട്ട് മധ്യസ്ഥ ചർച്ചയിൽ അംഗീകരിച്ച കാര്യങ്ങൾ വാക്ക് പാലിക്കാതെ പിന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ വീണ്ടും ഗവൺമെൻറ് നാണം കെടുക. ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രസിദ്ധമായ അതിൻ്റെ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഈ തരത്തിൽ കാര്യം നടക്കുമ്പോൾ അത് ലോക മാധ്യമങ്ങളൊക്കെ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നാണം കെട്ട് ലോകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആ തരത്തിലുള്ളൊരു തിരിച്ചറിവ്, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ് മാത്രമല്ല, ഈ ജനങ്ങളും കൂടിയതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്, ഇപ്പോൾ ദേശീയതയിലുള്ള അഭിമാനമാണല്ലോ പറഞ്ഞത്, നമുക്ക് ഏറ്റവും അഭിമാനിക്കാനുള്ള ആരെ പറ്റിയാണ്? നമ്മുടെ യുവാക്കളെ പറ്റിയാണ്. അപ്പോൾ അവർക്ക് പരീക്ഷയിൽ വിശ്വാസമില്ല, അവർക്ക് ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ബാക്കിയില്ല, അവർ ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ട് ഒരു കുട്ടി ആത്മഹത്യ ചെയ്താൽ തന്നെ ഭയങ്കരമല്ലേ കാര്യം? ഇപ്പോൾ 23 പേര് ആത്മഹത്യ ചെയ്തു, അനവധി കുട്ടികൾക്ക് ഇപ്പോൾ അവിടെ തല്ലുകൊണ്ടു. പിന്നെ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്ത് ചെയ്തെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും അവിടെ പോലീസ് പ്രകോപനം ഉണ്ടാക്കി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ആ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ആക്ഷനാണോ? അല്ലല്ലോ. പിന്നെ സമരക്കാരെ മുഴുവൻ തച്ചൊതുക്കുക എന്നത് ഒരു പോലീസ് നയമാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടത്. അതൊരു സർക്കാരിൻ്റെ നയമാവാൻ പാടില്ലാത്തതാണ്. അതായത് അക്രമം കാണിക്കാതെ നോക്കുക സമരക്കാർ, മറ്റ് ബഹുജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക. ആ തരത്തിലുള്ള ഒരു പണിയാണ് പോലീസ് എടുക്കേണ്ടത്. ഇവിടെ ഇപ്പം നമ്മൾ കണ്ടത് അടിച്ചൊതുക്കുന്ന പണിയാണ്. അപ്പോൾ ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാം എന്ന് വിചാരിച്ചു, അത് കൃത്യമായി പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ പ്രധാൻ രാജിവെച്ചതിൻ്റെ പ്രതികാരവുമായിട്ട് ഗവൺമെൻറ് വരുന്നത് നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കും. സംഘർഷങ്ങൾ വർദ്ധിക്കുക ചെയ്യും. സംഘർഷം ഇപ്പോൾ ഒന്ന് അയഞ്ഞിട്ടുണ്ട്, അത് വർദ്ധിപ്പിക്കുന്ന പണി ഗവൺമെൻറ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ സമാധാന അന്തരീക്ഷം, പല തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവിടെ പരാജയപ്പെട്ടൊരു സാധനം, ജാതിയും മതവും പറഞ്ഞിട്ട് ഒന്നും കളിക്കാൻ പറ്റില്ല എന്ന് ആ കുട്ടികൾ തെളിയിച്ചു. കാരണം അവർ ഉയർത്തിപ്പിടിച്ച ഒരു പുസ്തകം ബൈബിളോ ഖുർആനോ ഗീതയോ ഗുരു ഗ്രന്ഥ സാഹിബോ അല്ല, ഭരണഘടനയാണ്. അവരുടെ കയ്യിലേന്തിയ കൊടി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ പതാകയാണ്. അവർ പാടിയിരുന്ന പ്രധാനപ്പെട്ട പാട്ട് നമ്മുടെ ദേശീയ ഗാനമാണ്. അപ്പോൾ അവരെ ദേശദ്രോഹികൾ എന്ന് വിളിച്ചു, തീവ്രവാദികൾ എന്ന് വിളിച്ചു, അവർക്ക് വിദേശ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ തരം ചാപ്പ കൊണ്ടൊന്നും അവരെ നിർവീര്യരാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ തരത്തിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ വേറെ അത്തരത്തിലുള്ള അർദ്ധസൈനിക സംഘങ്ങളുടെ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സൗകര്യം ഉപയോഗിച്ച് ഇപ്പോൾ ഒരു സമരത്തിൽ പങ്കെടുത്താൽ 5 or 6 കൊല്ലം കേസ് നടക്കണം എന്ന് വന്നാൽ, ഇപ്പം നമ്മുടെ കോടതികൾ അറിയാമല്ലോ, അവർ നീണ്ടു പോകും. ഈ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് പഠിക്കാനോ പരീക്ഷ എഴുതാനോ നാളെ ജോലി സമ്പാദിക്കാനോ യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അവരെ ക്രിമിനലുകളാക്കി നാളെ ഒരാൾ സമരത്തിന് വരുമ്പോൾ അനുഭവം ഇതാണ് എന്ന് ഭീഷണിപ്പെടുന്ന തരത്തിൽ ഒരു അന്തരീക്ഷം ഉരുണ്ടുകൂടുന്നുണ്ടോ? അത് ജനാധിപത്യ വിരുദ്ധമായൊരു അന്തരീക്ഷമാണോ ഉണ്ടായി വരുന്നത് എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. നമ്മൾ നമ്മുടെ യുവതയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ശരി.